തിരിച്ചടികളെ സധൈര്യം സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് ബി.ജെ.പി. പാർട്ടികൾ. അതവർക്കൊരു പുത്തരിയൊന്നുമല്ല. ഇതിലും വലിയ തിരിച്ചടികൾ ഇരു പാർട്ടികളും നേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരു പാർട്ടികൾക്കും കത്തയച്ചിരിക്കുകയാണിപ്പോൾ. നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾക്കെതിരെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾക്കെതിരെ ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതിന്റെ പിന്നാലെയാണ് ഈ കത്ത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയ്ക്കും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകം തയ്യാറാക്കിയ നിർദ്ദേശം നൽകിയത്. വാശിക്കാണല്ലോ ഇരു പാർട്ടികൾക്കും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസംഗിച്ചുകൊണ്ടൊന്നും ഭരണം ലഭിക്കത്തില്ല. അതിന് നേരിട്ടിറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം. ഇതിന് പുറകിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് ഇപ്പോൾ ഇവർ പ്രസ്താവന ഉയർത്തും. ഇത്രയും നാടകീയമായ രംഗം ചിത്രീകരിക്കേണ്ട അവസ്ഥയൊന്നും എന്തായാലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അവർ നടത്തുന്ന പ്രസ്താവനയെക്കുറിച്ച് വ്യക്തമായ ധാരണ വെച്ച് പുലർത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മത്സരിക്കാനും വിജയിക്കാനും വേണ്ടി മാത്രമുള്ള സംവിധാനമല്ല തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലതരത്തിലുള്ള സഹായഹസ്തങ്ങളായി ബി.ജെ.പിയും കോൺഗ്രസും രംഗത്ത് വരും. 1 രൂപയ്ക്ക് അരി എന്ന ബി.ജെ.പി. സർക്കാരിന്റെ പദ്ധതി വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്താൻ തീരുമാനിച്ച പല പ്രസ്താവനകളും തിരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അവർ നടപ്പിലാക്കി. സൗജന്യ കിറ്റുകൾ, പെൻഷൻ തുക വർധനവ്, അങ്ങനെ എണ്ണത്തിൽ ഒതുങ്ങാത്ത അനേകം പദ്ധതികൾ. പരസ്പരം കൊമ്പ് കോർക്കുമ്പോൾ ഇരു പാർട്ടികളും ജനങ്ങളെക്കുറിച്ച് ഓർക്കണം. പദ്ധതികൾ പരാമർശിക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ ഇറങ്ങിച്ചെല്ലണം. ജനാധിപത്യം ഏറ്റവും നന്നായി നടക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അതിന്റെ അടിസ്ഥാനമാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ്. പരസ്പരം കൊമ്പ് കോർത്ത് തിരഞ്ഞെടുപ്പിനും രാജ്യത്തിന്റെ സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്കും കോട്ടം തട്ടുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആർക്കും അവകാശമില്ല. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മത്സരിക്കാനും വിജയിക്കാനും വേണ്ടി മാത്രമുള്ള സംവിധാനമാണ് തെരഞ്ഞെടുപ്പ്. രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു കാണിക്കാനുള്ള അവസരമാണിത്. അതിലൂടെ ജനങ്ങൾ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലായിരിക്കണം പ്രചരണ പരിപാടി. രാജ്യത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എന്നാൽ അതിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചാണ് മോദി സർക്കാർ ഓരോ പ്രദേശങ്ങളിലും വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത്. മതേതരത്തെ തകർക്കുന്ന പരാമർശം ഉയർത്തുമ്പോൾ ഒന്നോർക്കണം, നിങ്ങൾ തിരുത്തുന്നത് ഭരണഘടനയാണ്. 2015-16 കാലയളവിൽ ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന് മോദി സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ 10 വർഷം പിന്നിട്ടിട്ടും രാജ്യത്ത് 20 ലക്ഷം തൊഴിലവസരങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളാതെ മോദി 25 ശതകോടീശ്വരന്മാരുടെ ബാധ്യതകൾ എഴുതിത്തള്ളി. രാജ്യത്ത് നടക്കുന്ന കർഷക സമരം ഇതിന് ഉദാഹരണമാണ്.